നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ക്രിമിനൽ കേസുകളിലെ പ്രതി അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചതിൽ മറുപടിയുമായി കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാനായിരുന്നു അർജുൻ ആയങ്കി പോലീസിനെ വെല്ലുവിളിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാൻ പോലീസിനോട് പറഞ്ഞവർക്ക് ഇനി എന്താ വരാൻ പോകുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ മതി എന്നായിരുന്നു ചെന്നിത്തലയുടെ മറുപടി. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അർജുൻ ആയങ്കിക്ക് മറുപടിയുമായി രംഗത്തെത്തിയത്. ഗുണ്ടകളെ നേരിടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇതിന് മറുപടിയുമായി അർജുൻ ആയങ്കി രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വാർത്ത, അതായത് രമേശ് ചെന്നിത്തല നൽകിയ മറുപടി വാർത്തയാക്കിയ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾക്ക് കീഴിൽ, ആ വാർത്തയ്ക്ക് കീഴിൽ എന്നെ തൂക്കിക്കൊല്ലുമായിരിക്കും എന്നതടക്കമുള്ള മറുപടിയാണ് അർജുൻ ആയങ്കി നൽകുന്നത്. മാത്രമല്ല, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അർജുൻ ആയങ്കി പ്രതികരിക്കുകയുണ്ടായി. എന്താണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അർജുൻ ആയങ്കി പറയുന്നതെന്ന് നോക്കാം. ഇനി എന്താ വരുന്നതെന്ന് നോക്കൂ എന്നൊക്കെയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നത്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും പ്രതിചേർക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട കേസിനെ പറ്റി പുനരന്വേഷണത്തിന് ഉത്തരവിടാൻ ശേഷം ഞാൻ നിരപരാധിയെങ്കിൽ കള്ളക്കേസെടുത്ത് അധികാര ദുർവിനിയോഗം ചെയ്ത CI പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ ഞാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വെല്ലുവിളിക്കുന്നു. എങ്കിൽ ഞാൻ താങ്കളെ നേരിട്ട് വന്ന് പൊന്നാട അണിയിക്കും, ഒരു ഉമ്മ തരും, അല്ലാണ്ട് വിരട്ടരുത്, വളർന്ന പാർട്ടി വേറെയാണ് എന്നായിരുന്നു അർജുൻ ആയങ്കി രമേശ് ചെന്നിത്തലയ്ക്ക് മറുപടിയുമായി രംഗത്തെത്തിയത്. എന്തായാലും അർജുൻ ആയങ്കി പൂട്ടാനൊരുങ്ങുകയാണ് പോലീസ്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ വെല്ലുവിളി മുഴക്കുന്നു. ഈ സാഹചര്യത്തിൽ അർജുനെ പൂട്ടുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രതിയെ ഉടൻ പിടികൂടണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ വ്യാപക പരിശോധന നടത്തി. എറണാകുളം ടവർ ലൊക്കേഷനിലാണ് ആയങ്കിയുടെ അവസാനത്തെ ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം ആയങ്കിയുടെ സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. സോഷ്യൽ മീഡിയയിലൂടെ അർജുൻ ആയങ്കി എല്ലാ വാർത്തകൾക്കും കമൻ്റ് ഇടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇത് ഉപയോഗിക്കുന്നത് മറ്റൊരാളാണ് ആയിരിക്കാമെന്ന സംശയമാണ് നിലവിൽ പോലീസിനുള്ളത്. പോലീസിനെ വഴിതെറ്റിക്കാനാണ് ഈ നീക്കം എന്നാണ് സംശയം. ആയങ്കിക്കെതിരെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചതിലും കേസെടുക്കും. അതേസമയം മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അർജുൻ ആയങ്കിയുടെ നീക്കമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം കോതമംഗൽ ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തിയ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ ഇൻസ്പെക്ടർ BS ആദർശിനെ അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൽ അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇതിനെ സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് രമേശ് ചെന്നിത്തല മറുപടി നൽകിയത്. ഗുണ്ടകളെ പൂട്ടാൻ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതാണ് അർജുൻ ആയങ്കിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകോപിപ്പിച്ചത്. കീഴടങ്ങാമെന്ന് വ്യക്തമാക്കിയിട്ടും തൻ്റെ സുഹൃത്തുക്കളുടെ പിന്നാലെ പോലീസ് പോയെന്നാരോപിച്ചായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അർജുൻ ആയങ്കി വെല്ലുവിളി നടത്തിയത്. ഒളിവിലിരിക്കുന്ന തന്നെ കഴിയുമെങ്കിൽ പിടിക്കാനും പറഞ്ഞിരുന്നു. ഓഗസ്റ്റ് 5 രാത്രി 11:40 ഇൻസ്പെക്ടർ ആദർശിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്ക് അസഭ്യവർഷവും ഭീഷണിയും അടങ്ങിയ വോയിസ് ക്ലിപ്പ് അയക്കുകയും ഇത് തൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്യുകയുമായിരുന്നുവെന്നും FIRൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇതിന് മറുപടിയുമായിട്ട് ഇപ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടിയുമായി അർജുൻ ആയങ്കി രംഗത്തെത്തിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. കോതമംഗലം വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് പോസ്റ്റാണ്. കുറച്ച് നീണ്ടതായിരിക്കും. 2023 വരെ ചെയ്തതും ചെയ്യാത്തതുമായ പലവിധ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കിടന്നയാളാണ് താൻ. അതിനുശേഷം 2026 മെയ് മാസം വരെ യാതൊരുവിധ കേസുകളും പ്രതിയല്ലാതെ ഉണ്ടായിരുന്ന കേസുകളുടെ എണ്ണം 4 മാത്രം ബാക്കിയുള്ള ആളാണ് താൻ. കോതമംഗലത്ത് അരുൺ എന്ന എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളും. അതിൻ്റെ തലേ ദിവസത്തെ ആഘോഷ പരിപാടികളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കി ഷെയർ ചെയ്തിരുന്നു. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് 10ഓളം ജീപ്പുകളിൽ ഒരു കൂട്ടം പോലീസുകാർ പുലർച്ചെ 4 മണിക്ക് കയറി വന്ന് ഞങ്ങളെ 10 പേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. വാറൻറ്റോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിച്ച് വിടാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഉച്ചവരെ സ്റ്റേഷനിലിരുത്തി വാറണ്ടുകളൊന്നും ഇല്ല എന്ന് മനസ്സിലായിട്ടും ഞങ്ങളെ വിട്ടയച്ചില്ല. തൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാം ഫോണുകൾ പിടിച്ചെടുത്തതിന് ശേഷം വൈകിട്ട് 3 മണിയോടെ 10 പേരിൽ ഞാനടങ്ങുന്ന 6 പേരെ മറ്റൊരു മുറിയിലേക്ക് വിളിച്ചു വരുത്തി. നിങ്ങൾക്കെതിരെ സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തിട്ടുണ്ട്, സ്റ്റേഷൻ ജാമ്യമില്ല, കോടതിയിൽ നിന്ന് കിട്ടുമെങ്കിൽ എടുത്തോളൂ എന്ന് പുതുക്കിയ നിയമപുസ്തകം ഭാരതീയ ന്യായ സംഹിതയ്ക്ക് മുമ്പിൽ മണിക്കൂറുകളോളം ഇരുന്ന് ചികഞ്ഞ് നമുക്കെതിരെ പ്രയോഗിക്കാനുള്ള വകുപ്പ് തരപ്പെടുത്തിയതിൻ്റെ ആലസ്യത്തോടെ സർക്കിൾ എമാൻ പറയുന്നത്.
ഒരു തരത്തിൽ ജാമ്യം കിട്ടിപ്പോകരുതെന്ന ഉദ്ദേശത്തിൽ കോടതി സമയം തീർന്ന് പാതിരാത്രി ആവുന്നതുവരെ ഞങ്ങൾ അവിടെ തന്നെ ഇരുത്തി ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജയിലിലേക്ക് അയക്കുക എന്ന അയാളുടെ തീരുമാനം നടന്നു. പ്രണവിന് തലയ്ക്ക് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം അരുണിൻ്റെ വീട്ടിലാണെങ്കിൽ ഭാര്യ ഒറ്റയ്ക്കാണ്. നമ്മളോടൊപ്പം പ്രതിചേർക്കപ്പെട്ട രണ്ടുപേരെ എനിക്ക് പരിചയമേ ഇല്ല. അവർ കല്യാണം കൂടാൻ വന്നതായിരുന്നു. പാവം അതിലൊരുത്തൻ്റെ കല്യാണം അടുത്തയാഴ്ച നിശ്ചയിച്ചതായിരുന്നു. ഞാനും ആദർശം പുതിയൊരു സംരംഭം തുടങ്ങാൻ കമ്പനി രജിസ്ട്രേഷനൊക്കെ ചെയ്ത് സ്റ്റാർട്ടപ്പിൻ്റെ പണിയപ്പുരയിലായിരുന്നു. അതിൻ്റെ എല്ലാ ഡേറ്റകളും അവൻ്റെ ഫോണിലുമായിരുന്നു. എല്ലാ ഫോണും പോയി. അങ്ങനെ കേസൊന്നുമില്ലാതെ പുതിയൊരു ജീവിതം പടിപടിയായി കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ 6 പേരെ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരാൾ കാക്കി ഉടുപ്പ് കൊണ്ട് തകർത്ത് താറുമാറാക്കി. ഡാൻസ് കളിച്ച് സ്റ്റോറി ഇട്ടത് എന്തിനായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആയതെന്നായിരുന്നു എന്നെ സ്വകാര്യം വിളിച്ച് ചോദിച്ചത്. പിടികിട്ടാ പുള്ളിയോ തീവ്രവാദിയോ അല്ലാത്ത ഞാൻ ഡാൻസ് കളിച്ചതാണത്രേ കുറ്റം. നിങ്ങളായിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? കിട്ടിയ കേസ് വാങ്ങി ജയിലിൽ കിടന്ന് നരകിച്ച് കഷ്ടപ്പെട്ട് ജാമ്യമെടുത്ത് വീട്ടിൽ പോയി കഞ്ഞിയും കുടിച്ച് കിടന്ന് ഉറങ്ങുമോ? എനിക്കത് പറ്റില്ല. ജീവിതം അവതാളത്തിലാക്കപ്പെട്ട മനുഷ്യന് മുകളിൽ ആകാശവും താഴെ ഭൂമിയുമാണ്. ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല കാര്യങ്ങളെന്ന് ബോധ്യമുള്ളവനും ഭയപ്പെടേണ്ടതില്ല. മകൻ ഉണ്ടായതിനു ശേഷം യാതൊരു അബദ്ധത്തിലും ചെന്ന് ചാടാതെ ജാഗ്രത പാലിച്ച് നടന്നിരുന്ന തനിക്ക് അവൻ്റെ സാന്നിധ്യം പോലും അന്യമാക്കുന്ന വിധം ഒരു പടുകുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ട വേദന ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അയാൾക്ക് തുറന്ന കത്ത് എഴുതിയതിൽ തിരുത്തേണ്ടി വന്ന 2 വരികളിൽ മാത്രമേ എനിക്ക് കുറ്റബോധം ഉണ്ടായിട്ടുള്ളൂ. അതൊരു ഭീഷണി കത്ത് ആക്കി മാറ്റിയത് മാധ്യമങ്ങളും പോലീസുമാണ്. പെൻഷൻ വാങ്ങി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നതിൻ്റെ അർത്ഥം കൊന്നുകളയുമെന്നാണെന്ന് വിധിച്ചു വായിച്ചവൻ്റെ തെറ്റാണ്. പോലീസ് ജോലിയിൽ തുടരാൻ അർഹതയില്ലാത്ത തെറ്റുകാരനായ അയാളുടെ ജോലി കളയിപ്പിക്കുമെന്നതാണ് ഞാൻ അർത്ഥമാക്കിയത്. അതല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച ദുരിതത്തിന് സമാനമായ എനിക്ക് തൃപ്തി ലഭിക്കുന്ന ഒരു തിരിച്ചടി നൽകുക. അത് ഞാൻ ആഗ്രഹിച്ചാൽ തെറ്റു പറയാനാകുമോ? കാലം അത് യാഥാർത്ഥ്യമാക്കട്ടെ. എന്തായാലും രണ്ടാമത് നേടിയ കേസിൽ എനിക്കൊരു കുറ്റബോധവും നഷ്ടബോധവുമില്ല. എൻ്റെ ത്യാഗം എൻ്റെ പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയുമാണെന്ന് ഞാൻ ആശ്വസിക്കും. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന പോലെ നഷ്ടപ്പെടാൻ ഇനിയൊന്നുമില്ലാത്തവൻ്റെ മാനസിക അവസ്ഥയാണ് ഇപ്പോൾ എനിക്ക്. അതുകൊണ്ട് പ്രതികരണങ്ങൾ പക്വമോ പരിമിതമോ ആയിരിക്കില്ല. നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യൻ അങ്ങനെയാണ്. ഏറ്റുവാങ്ങേണ്ടി വരുന്ന ദുരിതങ്ങൾ എത്ര കഠിനമായിരിക്കുമെന്ന ധാരണ എനിക്കുണ്ട്. അഴിയെങ്കിൽ അഴി, കയറെങ്കിൽ കയറുന്ന വട്ടുജയൻ സിദ്ധാന്തമാണ് എൻ്റെ പ്രകൃതം. കേരള പോലീസിനോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. എന്നോട് അന്യായം ചെയ്ത ആളോട് മാത്രമേ എനിക്ക് പകയും വൈരാഗ്യവുമുള്ളൂ. കീഴടങ്ങാൻ തുനിഞ്ഞവൻ്റെ മൂർധാവിൽ തുപ്പുന്ന പണിയെടുത്തതിൻ്റെ പ്രതികരണമാണ് ഇന്ന് കണ്ടത്. പടച്ചോനെ മാത്രമേ പേടിയുള്ളൂ, മനുഷ്യന്മാരെ ഇല്ല എന്നാണ് അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ കുറിച്ചത്. മറുപടിയായി പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഒളിവിലിരുന്ന് വീണ്ടും ഭീഷണിയും വെല്ലുവിളി നടത്തിയെന്ന പേരിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ വലിയ രീതിയിലുള്ള പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നത്. ഊന്നുകൽ CIയോടാണ് അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വാട്സാപ്പിലൂടെ പോലീസ് ഉദ്യോഗസ്ഥനുമായി നടത്തിയ ചാറ്റും തൻ്റെ വെല്ലുവിളി സന്ദേശവും അർജുൻ ആയങ്കി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ഹൈക്കോടതി ജാമ്യം തള്ളിയപ്പോൾ കീഴടങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അല്ലാതെ പിടിച്ചേ മതിയാവൂ എങ്കിൽ പിടിക്കുക, ഇനി ജാമ്യം എടുത്തിട്ടേ വരുമെന്നും പറ്റുമെങ്കിൽ പിടിക്കാനുമായിരുന്നു അർജുൻ ആയങ്കി പറഞ്ഞത്. തന്നെ കള്ളക്കേസിൽ കുടുക്കിയ കോതമംഗലം CIക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്നും സന്ദേശത്തിൽ അർജുൻ ആയങ്കി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അർജുൻ ആയങ്കിയെ പിടികൂടാനുള്ള നെട്ടോട്ടത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.